വാവ്! നല്ല ഗംഭീരമായൊരു ഡെക്കോർ അല്ലേ? എന്ത് പെർഫെക്റ്റ് ആയിട്ട് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആസ് യൂഷ്വൽ ഞാൻ തന്നെയാണ് ഈ ഒരു വെഡ്ഡിങ് ഹോസ്റ്റ് ചെയ്യുന്നത്. ഞാനിപ്പോൾ എന്താ പറയുന്നതെന്നല്ലേ, ഒരു കുഞ്ഞ് സ്ഥലത്തിന് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയാണ്. ആൻഡ് ഇതാണ് ഇന്നത്തെ ഡെക്കോറിൽ വരുന്ന നമ്മുടെ കേക്ക് കട്ടിങ്ങിന് വേണ്ടി അടിപൊളി കേക്ക്. ആഹാ, ഇതാരാ വരുന്നേ നോക്ക്. നമ്മുടെ ബ്രൈഡ് ആൻഡ് ഗ്രൂം പള്ളിയിലെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ഹാളിലേക്ക് വരികയാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ അവർക്ക് കൊടുത്ത എൻട്രി ആയിരുന്നു ഇത്. ആൻഡ് ദ കപ്പിൾ വാസ് സോ ഹാപ്പി. രണ്ടുപേരെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നു, ഞാൻ രണ്ടുപേരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ എല്ലാം സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. അതാണല്ലോ നമ്മൾ വെഡ്ഡിങ് ആങ്കറിങ്ങിന് പോകുമ്പോൾ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന ഒരു പരിപാടി. അങ്ങനെ നമ്മുടെ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഇതൊരു ആംഗ്ലോ ഇന്ത്യൻ വെഡ്ഡിങ് ആണ്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ചിക്കൻ ഡാൻസ്. ഞാനിതിന് ചെറിയൊരു കമൻട്രിയൊക്കെ കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഡാൻസും നമുക്കത്ര കാര്യമായിട്ട് അറിയില്ലെങ്കിലും കാണാൻ നല്ല രസമാണ്. പിന്നെ ഈ ആംഗ്ലോ ഇന്ത്യൻ വെഡ്ഡിങ്ങിനൊക്കെ പോകുമ്പോഴത്തേനും ഈ ചിക്കൻ ഡാൻസും ബേറി ഡാൻസും അങ്ങനെ അവരുടെ ഗ്രാൻഡ് മാർഷും എല്ലാം ഇവർക്ക് നല്ലൊരു ഐഡിയ ഉണ്ട്. അപ്പം നമ്മളിതിനെ ചെറുതായിട്ടൊന്ന് പ്രോത്സാഹിപ്പിച്ച് വിട്ടാൽ മതി, അവർ നല്ല അടിപൊളിയായിട്ട് കളിക്കുന്നതായിരിക്കും. അവിടെ കളിച്ചവരാണെങ്കിലും ശരി, നമ്മുടെ ബ്രൈഡ് ആൻഡ് ഗ്രൂം ആണെങ്കിലും ശരി, നല്ല ഹാപ്പി ആയിരുന്നു. നല്ല അടിപൊളി ഒരു ഇവൻ്റ് ആയിരുന്നു ഹോസ്റ്റ് ചെയ്തത്. എറണാകുളത്തായിരുന്നു. ആൻഡ് ഇത് നമ്മൾ ബ്രൈഡ് ആൻഡ് ഗ്രൂമിൻ്റെ സെൻറ്ററിലൊക്കെ വെച്ചിട്ട് ചുറ്റും കുറേ ബ്രൈഡ് മെയ്ഡ്സും ബസ്മെനൊക്കെ നിന്നിട്ട് കളിക്കുന്ന ഒരു അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ആൻഡ് ഇതാണ് ഓവറോൾ നമ്മുടെ ഒരു ഇവൻറ്റ് വരുന്നത്. ഇത് ഇവൻറ്റിന് മുന്നേ തന്നെ ഞാൻ എടുത്ത കുറച്ച് വീഡിയോ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ ഒക്കെ കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടാനായിട്ട് കുറച്ചും ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ എടുത്തിട്ട് വേണമല്ലോ ചെയ്യാനായിട്ട്. നമ്മൾ ഫ്ലവർ ടച്ച് ഇവൻറ്റ്സ് ആണ് ഈ ഒരു ആംഗ്ലോ ഇന്ത്യൻ വെഡ്ഡിങ് ചെയ്തിരിക്കുന്നത്. ഈ ഫ്ലവർ ടച്ച് ഇവൻറ്റിന് ഇതിന് മുൻപ് ചെയ്തിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ആംഗ്ലോ ഇന്ത്യൻ വെഡ്ഡിങ് ചെയ്യാൻ പറ്റിയത് ഈ ഒരു ടീമിൻ്റെ കൂടെ തന്നെയാണ്.